രാജസേന സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ ഒന്നാം രാഗത്തിൻ്റെ ഈ ഓർമ്മകളിലൂടെ പോകുമ്പോൾ എന്തൊക്കെയാണ് അങ്ങേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് തോന്നുന്നത്? പെരുമ്പാവൂർജി എന്ന് പറയുന്നത് സംഗീതത്തിൻ്റെ ഒരു പണ്ഡിതനാണ്. ചലച്ചിത്ര ലോകത്ത് അദ്ദേഹം എനിക്ക് തോന്നുന്നു കുറച്ച് സിനിമകളെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ചെയ്ത സിനിമകളിലെ പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റാണ്. സൂപ്പർ ഹിറ്റാണെന്ന് മാത്രമല്ല, വളരെ പ്രത്യേകതയുള്ള പാട്ടുകളാണ്. സിനിമയുടെ സന്ദർഭമായിട്ട് ചേർന്ന് നിൽക്കുകയും ഒപ്പം അതിനു മുമ്പൊന്നും നമ്മൾ കേൾക്കാത്ത തരം ട്യൂണുകൾ. ഏറ്റവും വിചിത്രമായ കാര്യം, ഞാൻ എൻ്റെ സിനിമകളുടെയൊക്കെ റെക്കോർഡിങ് ദാസേട്ടനെ ഫോണിൽ വിളിച്ച് പറയുന്നത് ഞാനാണ്. അപ്പോൾ ഞാൻ ഈ അയലത്തെ അദ്ദേഹത്തിൻ്റെ റെക്കോർഡിങ്ങിന് ദാസേട്ടനെ വിളിച്ച് ഡേറ്റ് ഫിക്സ് ചെയ്തു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, മ്യൂസിക് ആരാ? ഞാൻ പറഞ്ഞു പെരുമ്പാവൂർജിയാണ്. അപ്പോൾ രവിയാണല്ലേ? രവിയാണെങ്കിൽ ഇച്ചിരി കൊനഷ്ട് കാണും. ഒരു കാര്യം ചെയ്തു, എനിക്ക് നാളെ ഒന്ന് ട്യൂൺ എത്തിച്ചു തരുമെന്ന് ചോദിച്ചു. സാധാരണ ഗാനഗന്ധർവൻ അങ്ങനെ ചോദിക്കുന്ന ഒരാളല്ല. ഏത് ട്യൂണും അവിടെ സ്പോട്ടിൽ വന്നിട്ട് പഠിച്ച് പാടുന്ന ഒരാളാണ്. ഏത് ട്യൂണും, ഏത് ടഫസ്റ്റ് ട്യൂണും ഞാൻ പറഞ്ഞ് എത്തിച്ചേരാന്ന് പറഞ്ഞു. അന്ന് ഈ ടേപ്പ് റെക്കോർഡറും കാസറ്റും ഒക്കെയാണ്. അപ്പോൾ ഞാൻ ദാസേട്ടൻ അതിൻ്റെ പാട്ട് ട്യൂൺ എടുത്ത് എത്തിച്ചു കൊടുത്തു. അത് കാരണം പിറ്റേ ദിവസം പുള്ളി വന്ന് പാടിയിട്ട് അതുവഴി മുംബൈക്ക് പോവുക. ചെന്നൈയിൽ പാടിയിട്ട് മുംബൈക്ക് പോവുക. ആ ട്യൂണ് നെഞ്ചിലേറ്റി അതിൽ ഈ പറഞ്ഞ രവി സാർ വയ്ക്കുന്ന കുറേ കൊനഷ്ടുകളുണ്ട്, കുറേ കൊനഷ്ട് സംഗതികൾ. ഇതൊക്കെ ബൈഹാർട്ട് ചെയ്ത് വന്ന് മനോഹരമായിട്ട് പാടിയിട്ട് പുറത്ത് വന്നിട്ട് ഞങ്ങളെല്ലാം നിൽക്കവേ പെരുമ്പാവൂർജിയോട് പറയുകയാണ്, രവി ഉഗ്രം പാട്ടാണ്, ഞാൻ നെഞ്ചിൽ കൊണ്ട് പാടിയതാണ്. ആ ഒരു മുഹൂർത്തം നമുക്ക് മറക്കാൻ പറ്റത്തില്ല. ഇതൊക്കെയാണ് പെരുമ്പാവൂർജി. അതാണ് ഞാൻ പറഞ്ഞത്, സംഗീതം ഒരു തപസ്യയാക്കി മാറ്റിയ ഒരു കലാകാരൻ, നല്ലൊരു മനുഷ്യൻ, നല്ലൊരു കൂട്ടുകാരൻ. ആ ഒരു പാട്ട് ഏതായിരുന്നു കൂടി? സ്വന്തം നിഴലുമായി ഞാൻ നാടകം, കൈതപ്രത്തിൻ്റെയാണ് വഴി. താങ്ക് യു. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു അവസരത്തിൽ കേരള വിഷനോടൊപ്പം ചേർന്നു.